സിനിമ എന്ന മാധ്യമം ഇന്ന് പ്രേക്ഷകർക്ക് വെറും ഒരു വിനോദം മാത്രമല്ല. സിനിമാ പ്രേമികൾ ഇന്ന് വളരെയധികം സൂക്ഷ്മതയോടെയാണ് സിനിമാ ലോകത്തെ ഓരോ വാർത്തകളും നോക്കിക്കാണുന്നത്. ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ താരങ്ങളെ നോക്കി മാത്രമല്ല, അതിന്റെ കഥയും സംവിധായകരെയും അടക്കം നോക്കിക്കണ്ടുകൊണ്ടാണ് പ്രേക്ഷകർ സിനിമകൾ കാണാനെത്തുന്നത്. അത്തരത്തിൽ സിനിമാ വിശേഷങ്ങളിൽ സിനിമാ പ്രേമികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒന്നാണ് സിനിമകളുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാസാമാസം പുറത്തുവിടുന്ന അതത് മാസത്തെ തിയേറ്റർ ഷെയർ കണക്കുകൾ വലിയ രീതിയിൽ തന്നെ വാർത്താ പ്രാധാന്യം നേടാറുണ്ട്. ഇപ്പോഴത്തെ മാർച്ച് മാസത്തെ കണക്കുകൾ പുറത്തെത്തുമ്പോൾ 15 മലയാള സിനിമകളിൽ 14 സിനിമകളും നഷ്ടമാണ് നേരിട്ടതെന്ന് പറയപ്പെടുന്നു. ഇത് സാധൂകരിക്കുന്ന മാർച്ചിൽ റിലീസായ സിനിമകളുടെ ബജറ്റും തിയേറ്റർ കളക്ഷനും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. റിലീസായ സിനിമകളിൽ എമ്പുരാന് മാത്രമാണ് മികച്ച ലാഭം നേടാനായത്. 175 കോടി രൂപ മുതൽ മുടക്കിൽ റിലീസ് ചെയ്ത ചിത്രം ദിവസങ്ങൾക്കുള്ളിൽ 250 കോടി കളക്ഷൻ നേടി മലയാളത്തിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് ചിത്രമായി മാറിയിരുന്നു. ആദ്യ 5 ദിവസം കൊണ്ട് തന്നെ എമ്പുരാൻ 24.6 കോടി രൂപ കേരളത്തിലെ തിയേറ്റർ ഷെയർ ഇനത്തിൽ നേടിയിരുന്നുവെന്നും ലിസ്റ്റിൽ പറയുന്നുണ്ട്. എമ്പുരാൻ ഒഴികെ മറ്റു 14 റിലീസുകളിൽ ചില ചിത്രങ്ങൾ മാത്രം അത്യാവശ്യം പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിച്ചുവെങ്കിലും ബഹുഭൂരിപക്ഷം ചിത്രങ്ങളും വേണ്ടത്ര വിജയം നേടാതെ പോയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാർച്ച് മാസ റിലീസുകളിൽ ഏറ്റവും കുറവ് തിയേറ്റർ ഷെയർ നേടിയത് മറുവശം, ആരണ്യം, പ്രളയശേഷം ഒരു ജലകന്യക, കാടകം, വെയിറ്റിംഗ് ലിസ്റ്റ്, ലീച്ച് എന്നീ ചിത്രങ്ങളാണ്. ഇവയെല്ലാം ലോ ബജറ്റ് ചിത്രങ്ങളായിരുന്നു. എന്നാലും കളക്ഷനുമായി തട്ടിച്ചു നോക്കുമ്പോൾ ബജറ്റ് പല മടങ്ങ് ഉയർന്നത് തന്നെയായിരുന്നു. ലീച്ചായിരുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും ബജറ്റ് കൂടിയ ചിത്രം. മാർച്ച് 14 തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന്റെ ബജറ്റ് 1 കോടിയായിരുന്നുവെങ്കിലും 45,000 രൂപ മാത്രമാണ് ചിത്രത്തിന് തിയേറ്റർ ഷെയറായി നേടാനായത്. 4 കോടി മുതൽ മുടക്കിൽ പുറത്തിറങ്ങിയ ഔസേപ്പിന്റെ ഒസത്ത് തിയേറ്ററുകളിൽ നിന്ന് നേടിയത് വെറും 45 ലക്ഷം രൂപ മാത്രമാണ്. ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുണ്ട്. 2.6 കോടി മുടക്കിയ പരിവാർ എന്ന ചിത്രം നേടിയതാകട്ടെ 26 ലക്ഷം രൂപയും. 78 ലക്ഷം രൂപ ബജറ്റിലെത്തിയ മറുവശം 60,000 രൂപ മാത്രമാണ് നേടിയത്. 15 ലക്ഷം രൂപ ബജറ്റിലെത്തിയ പ്രളയശേഷം ഒരു ജലകന്യക എന്ന ചിത്രത്തിനും വെറും 64,000 രൂപ മാത്രമാണ് നേടാനായത്. 85 ലക്ഷം രൂപ ബജറ്റിൽ പുറത്തിറങ്ങിയ ആരണ്യം എന്ന ചിത്രത്തിനാകട്ടെ വെറും 22,000 രൂപ മാത്രമാണ് നേടാനായത്. 30 ലക്ഷം രൂപ ബജറ്റിലെത്തിയ കാടകം എന്ന ചിത്രം 80,000 രൂപയാണ് നേടിയത്. 35,000 രൂപ തിയേറ്റർ ഷെയർ നേടിയ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന ചിത്രത്തിന്റെ ബജറ്റ് ലഭ്യമായിട്ടില്ല. 3.6 കോടി ബജറ്റിലെത്തിയ വടക്കൻ 20 ലക്ഷം രൂപയാണ് തിയേറ്റർ ഷെയർ ഇനത്തിൽ നേടിയത്. ഇപ്പോഴും തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനം തുടരുന്നുണ്ട്. മാർച്ച് 29 തിയേറ്ററുകളിലെത്തിയ അഭിലാഷം എന്ന ചിത്രത്തിന്റെ ബജറ്റ് 4 കോടി രൂപയായിരുന്നു. 3 ദിവസത്തെ തിയേറ്റർ ഷെയർ കണക്കുകൾ പുറത്തുവരുമ്പോൾ 15 ലക്ഷം രൂപ നേടിയ ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുണ്ട്. 70 ലക്ഷം രൂപ മുതൽ മുടക്കിലെത്തിയ ദാസേട്ടന്റെ സൈക്കിൾ എന്ന ചിത്രം 8 ലക്ഷം രൂപ മാത്രമാണ് നേടിയത്. ഈ വർഷം ഇത് 3ാം തവണയാണ് സിനിമകളുടെ ബജറ്റും ഷെയറും സംബന്ധിച്ച കണക്കുകൾ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ പുറത്തുവിടുന്നത്. ജനുവരിയിൽ പുറത്തിറങ്ങിയ 28 സിനിമകളും അവയുടെ ബജറ്റും കേരളത്തിൽ നിന്ന് ഈ ചിത്രങ്ങൾ നേടിയ കളക്ഷനും അസോസിയേഷൻ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഈ കണക്കുകൾ പ്രകാരം ജനുവരിയിൽ മാത്രം 110 കോടി രൂപയുടെ നഷ്ടമാണ് സിനിമാ മേഖലയ്ക്ക് ഉണ്ടായത്. തിയേറ്റർ ഷെയർ പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി ലഭ്യമാകേണ്ടത് OTT സാറ്റലൈറ്റ് കണക്കുകളാണ്. എന്നാൽ തിയേറ്ററുകളിൽ പരാജയപ്പെടുന്ന ചിത്രങ്ങൾക്ക് OTTയിൽ എന്ത് സംഭവിക്കുമെന്നത് ഏവരും ഉറ്റുനോക്കുന്ന ഘടകമാണ്. സിനിമാ വ്യവസായത്തിലെ പ്രതിസന്ധി തുടരുകയാണെന്ന നിർമ്മാതാക്കളുടെ വാദം ശരിവെക്കുന്നത് തന്നെയാണ് ഇപ്പോൾ അസോസിയേഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളും സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മാർച്ച് മാസത്തിലേതായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കണക്കുകൾ നിർമ്മാതാക്കൾക്ക് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന ഷെയറുകൾ മാത്രമാണെന്നും ഈ കണക്കുകൾ ലഭിച്ചത് വിതരണക്കാരിൽ നിന്നും തിയേറ്ററുകളിൽ നിന്നുമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, OTTക്ക് പുറമെ സാറ്റലൈറ്റ്, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ, ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള കളക്ഷൻ, മറ്റ് ഓഡിയോ വീഡിയോ റൈറ്റ്സുകൾ എന്നിവയിൽ നിന്ന് ലഭിച്ച വരുമാനം സംബന്ധിച്ച കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.